DC സിനിമ കണ്ടേ. അരുൺ സംവിധാനം ചെയ്ത് നമ്മുടെ ഡയറക്ടർ ലോകേഷ് കനകരാജ് അഭിനയിച്ച സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. കുടുംബമായിട്ടാണ് കണ്ടത്. സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മളെ ബ്ലോഗർമാർ കുറേ പേര് പറഞ്ഞതുപോലെ സ്ഥിരം ഒരു കഥയൊന്നുമല്ല. നല്ല എക്സലൻ്റ് സ്റ്റോറിയാണ്. അതായത് നല്ല റിയൽ ലൈഫോട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റോറിയാണ്. നമ്മളെ ബ്ലോഗേഴ്സുമാർ പറയുന്ന പോലെ സ്ഥിരമായിട്ട് കാണുന്ന കഥയൊന്നുമല്ല. ഇതൊക്കെ അത്യാവശ്യം ലോകപരിജ്ഞാനവും നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് ലോകത്തെ കണ്ടവർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഈ കഥയെന്ന് പറയുന്നത് ഒരു റിയൽ സ്റ്റോറി തന്നെയാണ്. അത്തരം രീതിയിലാണ് കഥ പോണത്. രണ്ടാമത് ഇതിൻ്റെ ആക്ഷൻ, മൂന്നാമത് ഇതിൻ്റെ ലോകേഷ് കനകരാജിൻ്റെയും ഒപ്പം അതിലുള്ളവരുടെ അഭിനയം, നാലാമത് ക്യാമറ, അഞ്ചാമത് ആർട്ട് ഡയറക്ഷൻ, ആറാമത് കോസ്റ്റ്യൂം ഡിസൈനിങ്, ഏഴാമത് ഇതിൻ്റെ കളറിങ്. അങ്ങനെ എല്ലാ മേഖലകളിലും വ്യത്യസ്തമായിട്ട് ഡിഫറൻ്റായിട്ട് നിൽക്കുന്ന സിനിമയാണ് DC. പിന്നെ ഇതിലുപരി അനിരുദ്ധിൻ്റെ മ്യൂസിക്, അനിരുദ്ധിന് നല്ല മ്യൂസിക് സെൻസ് ഉണ്ടെന്ന് ഈ പടം തെളിയിക്കുകയാണ്. കാരണം സാധാരണ അനിരുദ്ധിൻ്റെ പടങ്ങളിൽ മ്യൂസിക് ചെയ്യുന്ന പടങ്ങളൊക്കെ വളരെ ഹൈപ്പ് മ്യൂസിക്കാണ്. അത് ആ സിനിമകളിലെല്ലാം സ്റ്റാറുകളുടെ പടങ്ങളായതുകൊണ്ടാണ് ഹൈപ്പ് മ്യൂസിക് എന്ന് ഉള്ളത് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. DC സിനിമയുടെ പിന്നെ മ്യൂസിക്കിൽ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധിന് നല്ല കർണാട്ടിക് സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, ഇതിനെക്കുറിച്ചൊന്നും ആഴമായ നോളജ് ഇല്ല, അല്ലെങ്കിൽ നോളജ് വളരെ കുറവാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി തെറ്റില്ല, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അന്വർത്ഥമാക്കുന്ന രീതിയിൽ അത്യാവശ്യം കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും വെസ്റ്റേണും എല്ലാം കൂടെ ചേർത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അതും മാത്രമല്ല, പടത്തിൽ എവിടെയൊക്കെയാണ് മ്യൂസിക് വേണ്ടത് അവിടെ മാത്രമേ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ആ പ്ലേസിങ് പടത്തിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഇത് ഈ പടത്തിൻ്റെ ബേസിക്. പിന്നെ ഇതിനേക്കാളുപരി നമ്മുടെ ബ്ലോഗേഴ്സിനൊക്കെ സ്ഥിരം കാണുന്ന ഒരു കുഴപ്പം എന്തെന്നറിയാമോ? നമ്മൾ സൂപ്പർ സ്റ്റാറുകളോ ആരെങ്കിലും അഭിനയിച്ചു കഴിഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട നടന്മാർ അഭിനയിച്ച ചില പടങ്ങളാണെങ്കിൽ ഇത്തിരി കൊള്ളാമെങ്കിൽ ഇത്രയ്ക്ക് കൊള്ളാമെന്ന് പറയും. പക്ഷേ അല്ലാതൊരു പുതിയ ഒരാളുടെ എൻട്രിയോ, അയാൾ ഇത്തിരി സൗന്ദര്യം കുറഞ്ഞുള്ള ആളോ, ഇത്തിരി കണ്ട ഒരു എന്താ പറയണത്, ഏതോ ഒരു ആദിവാസി ലുക്കോ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു വലിയ ഗ്ലാമറൊന്നും ഇല്ലാത്ത ലുക്കൊക്കെ ഉള്ള ഈ നടന്മാർ അംഗീകരിക്കുക ഇപ്പോഴും പ്രേക്ഷകർ നമ്മളെ ഇടയിൽ ഒരു മടിയുള്ളതുപോലെ ഇപ്പോൾ ബ്ലോഗർമാരുടെ സംസാരം തോന്നിയിട്ടുണ്ട്. കാരണം അവരെല്ലാം ഈ പടത്തിൻ്റെ ഒരു ആവറേജാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നു,